ഹായ് ഓൾ, വെൽക്കം ടു ബിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കളോട് നമ്മൾ സംസാരിക്കില്ലേ വീട്ടില്. ഇപ്പൊ വേഗം എഴുന്നേക്ക്, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യേ, മുഖം കഴുകെ, കൈ കഴുകെ, ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുമക്കളെ വിളിക്കും അല്ലെ, മക്കളെ എല്ലാം ആരും ആയിക്കോട്ടെ, നമ്മൾ എഴുന്നേൽക്കാൻ പറയും അല്ലെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയും. അപ്പൊ എങ്ങനെയാ പറയാ? ബേട്ടാ ഉട്ടിജാവോ, ഉട്ടിജാവോ എന്നാ പറയാ കേട്ടോ. ഉട് എന്ന് പറയരുത്. ഉടിന എന്ന് പറയുന്നത് പറക്കുക എന്നും, ഉട്ടിന എന്ന് പറയുന്നത് എഴുന്നേൽക്കുക എന്നാണ്. അപ്പൊ ഉട്ടിച്ച എന്നും പറയാം, അല്ലെങ്കിൽ ഉട്ടിച്ചാവോ എന്നും പറയാം, ഉട്ടിച്ചാ ബേട്ട എന്നും പറയാം. ഇവിടെ ബേട്ട എന്ന് പറയുന്നത് ആൺകുട്ടികളെ, ബേട്ടി എന്ന് പറയുന്നത് പെൺകുട്ടികളെ ആണെങ്കിലും നമ്മൾ ഏത് കുട്ടികളായാലും, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, സംസാരിക്കുമ്പോൾ ബേട്ട എന്ന് പറയാം കേട്ടോ. കുറച്ചുകൂടി സ്നേഹത്തിൽ വിളിക്കുന്നതാണ് അങ്ങനെ. ഓക്കെ, ഉട്ടിച്ച ബേട്ട എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും മോനെ, അല്ലെങ്കിൽ എഴുന്നേൽക്കും മോളെ എന്ന് പറയുന്ന. ഇനി ബ്രഷ് ചെയ്യാൻ പറയും അല്ലെ, എങ്ങനെ പറയാ? ദേഷ്യത്തിലാണെങ്കിൽ പോയി ബ്രഷ് ചെയ്യാനൊക്കെ പറയാം അല്ലെ. ജാക്കർ ബ്രഷ് കരോ എന്നും പറയാം. അതല്ലെങ്കിൽ ബ്രഷ് ചെയ്യൂ എന്ന് കുറച്ചും കൂടി സ്നേഹത്തിൽ പറയാണ് നമ്മള്. അപ്പൊ നോർമലി ബ്രഷ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ അല്ലെ. അവിടെ ബ്രഷ് കരോ എന്നും പറയാം. അതല്ലെങ്കിൽ ദാന്ത് സാഫ് കരോ എന്ന് പറയാം. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, ദാന്ത് സാഫ് കരോ. സാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നാട്ടോ അർത്ഥം വരുന്നത്. അപ്പൊ ദാന്ത് സാഫ് കരോ, പല്ല് വൃത്തിയാക്കൂ എന്ന് പറയുന്ന ബ്രഷ് ചെയ്യുക, അതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മള് മുഖം കഴുകാൻ പറയാം അല്ലെ. മുഖം കഴുകാൻ പറയുന്നതിന് മൂതോ എന്നാ പറയാം. ഇവിടെ മൂതോ രണ്ടർത്ഥത്തിലുണ്ട്. വായ കഴുകാനും മൂതോ എന്ന് പറയും, മുഖം കഴുകാനും മൂതോ. ഇവൻ മുഖത്തിനെ പറയുന്നത് ചെഹര എന്നാട്ടോ. ചെഹര എന്ന് പറയുന്നത് മുഖമാണ്, മൂ എന്ന് പറയുന്നത് മുഖം തന്നെയാണ്. അപ്പൊ മൂതോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇനി വേഗം കുളിക്കുന്നു പറയും. കുളിക്കൂ എന്ന് പറയാൻ നഹാവോ അല്ലെ. ഇനി പോയി കുളിക്കുന്നു പറയാൻ ജാക്കർ നഹാവോ. വേഗം കുളിക്കുന്നു പറയാൻ ജൽദി നഹാവോ. ജൽദി നഹാവോ, വേഗം കുളിക്കൂ. ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അല്ലെ, വേഗം വേഗം ചെയ്യും. വളരെ ചെറിയ ചെറിയ സെന്റൻസുകളാട്ടോ, അതുകൊണ്ടാണ് ഈ ഇത്ര സ്പീഡിൽ പറയുന്നത്. ഒരുപാട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സീരീസ് എല്ലാം അറ്റൻഡ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുന്നതാണ്. പക്ഷെ പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് ബോറടിപ്പിക്കാതെ കുട്ടി കുട്ടി ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എന്താ പറഞ്ഞ, വേഗം വേഗം ചെയ്യും നമ്മൾ പറയുകയാണെങ്കിൽ ജൽദി ജൽദി കരോ, ജൽദി ജൽദി കരോ എന്നാ പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത സെന്റൻസ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പറയാം അല്ലെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് നാഷ്ട എന്നാട്ടോ. അപ്പൊ ആക്കർ നാഷ്ട, നാഷ്ട കാവോ അല്ലെങ്കിൽ നാഷ്ട കരോ എന്ന് പറഞ്ഞേക്കാം. ഇവിടെ കറക്റ്റ് ആയിട്ട് കാവോ എന്നാണ്. ഓക്കെ, ആക്കർ നാഷ്ട കാവോ എന്നാ പറയാം. ആക്കർ നാഷ്ട കാവോ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്ന് പറയുന്ന. ഓക്കെ, ഇനി അതുപോലെ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് സംസാരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയും സംസാരിക്കാതിരിക്കും എന്ന് പറയും. എങ്ങനെയാ? ബാത് മത് കരോ, ബാത് മത് കരോ എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്. ഇത്തിരി ദേഷ്യത്തിലാ പറയാ അല്ലെ. ബാത് മത് കരോ, സംസാരിക്കാതെ എന്ന് പറയുന്ന. ഇനി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് അല്ലെ. അതെങ്ങനെയാണ്? കന കാത്തേ വക്ത്, കഴിക്കുന്ന സമയത്ത്, അതാണ് കാത്തേ വക്ത് കേട്ടോ. ഖന കാത്തേ വക്ത് ബാത് മത് കരോ, കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന് പറയുന്ന. ഓക്കെ, ഇനി പാല് കുടിക്കാൻ പറയാം നമ്മള്. പാല് കുടിക്കൂ എന്നെങ്ങനെയാ പറയാ? പാലിനെ പറയുന്നത് ദൂത് എന്നാണ്. വെള്ളമാണെങ്കിൽ പാനി കേട്ടോ. അപ്പൊ കുടിക്കൂ എന്ന് പറയാൻ പിയോ, ദൂത് പിയോ, ദൂത് പിയോ. പിന്നെ നമ്മൾ പറയും അല്ലെ, താഴെ ഇടരുത് എന്ന് പറയും അല്ലെ. താഴെ വീഴ്ത്തരുത്, നീച്ചെ ഗിരാന മത്ത്, നീച്ചെ ഗിരാന മത്ത്, താഴെ വീഴ്ത്തരുത് എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? നീച്ചെ ഗിരാന മത്ത്. ഗിർന എന്ന് പറഞ്ഞ വീഴുക, ഗിരാന എന്ന് പറഞ്ഞ വീഴ്ത്തുക. അതാണ് ആ ഡിഫറൻസ് കേട്ടോ. ഇപ്പൊ താഴെ വീണു എന്ന് പറയുന്നതോ നീച്ചെ ഗിർഗയ, ഗിർണയുടെ പാസ്റ്റ് ഗിർഗയ. നീച്ചെ ഗിർഗയ എന്ന് പറഞ്ഞാൽ താഴെ വീണു എന്ന് പറയുന്നതാ. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുക, ഇനിയും വേണോ എന്ന് ചോദിക്കും അല്ലെ. ഇനിയും വേണോ? ഓർബി ചാഹിയേ, ഓർബി ചാഹിയേ ക്യാ, ഇനിയും വേണോ എന്ന് ചോദിക്കുന്ന. അതല്ലേ ഒരു ദോശ കൂടി തരട്ടെ, ഒരു ദോശ കൂടി തരട്ടെ. എങ്ങനെയാ? ഏക്കോർ ദോശാബി ദേതു. നമ്മൾ മലയാളികൾ ദോശ എന്നും ഹിന്ദിക്കാരാണെങ്കിൽ ദോശ എന്ന ഒരു പ്രൊണൗൺസേ ഉള്ളൂ കേട്ടോ. ഏക്കോർ ദോശാബി ദേതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി തന്നോട്ടെ അല്ലെങ്കിൽ ഒന്നുകൂടി തരട്ടെ എന്ന് ചോദിക്കുന്ന. ഏക്കോർ ദോശാബി ദേതു എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അവിടെ ക്യാ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്,
ക്യാ എന്നുള്ളത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ടോണിൽ അങ്ങോട്ട് ചോദിച്ചാൽ മതി. ഓക്കെ. അല്ലെങ്കിൽ ക്യാ ഏക് ഓർ ദോശാബി ദേദു, അല്ലെങ്കിൽ ഏക് ഓർ ദോശാബി ദേദു ക്യാ. ആ ക്യാ അവിടെ ഇവിടെയൊക്കെ വെക്കാന്നൊക്കെ അറിയാലോ. ഓക്കെ. അപ്പൊ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ മക്കളോട് ചോദിക്കല്ലേ, ഹോംവർക്ക് മുഴുവൻ ചെയ്തോ എന്ന് ചോദിക്കല്ലേ. അവിടെ ഹോംവർക്ക് മുഴുവൻ ചെയ്തോ, തുമ്നെ അപ്ന ഹോംവർക്ക് പൂരാ കർ ലിയ, അവിടെ പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കുന്ന, പൂരാ കർ ലിയ ക്യാ എന്നാണ് ചോദിക്കുക കേട്ടോ. ക്യാ തുമ്നെ അപ്ന ഹോംവർക്ക് പൂരാ കർ ലിയ, ഹോംവർക്ക് മുഴുവൻ ചെയ്തോ എന്ന് ചോദിക്കുന്നത്. പിന്നെ എന്താണ്, വേഗം പാക്ക് ചെയ്യൂ എന്ന് പറയും അല്ലെ. വേഗം ബാഗ് പാക്ക് ചെയ്യൂ. ചെറിയ ചെറിയ ഇംഗ്ലീഷ് നമുക്ക് കയറ്റി പറയാം കേട്ടോ. ഇപ്പൊ ബാഗ് പാക്കരോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ജൽദി ബാഗ് പാക്കരോ. അതുപോലെ ബസ് ഇപ്പോൾ വരും, എങ്ങനെ പറയാ, ബസ് അഭി ആയേഗി. ജൽദി ബാഗ് പാക്കരോ, ബസ് അഭി ആയേഗി. വേഗം ബാഗ് പാക്ക് ചെയ്യൂ, ബസ് ഇപ്പോൾ വരും എന്ന് പറയുന്ന, ബസ് അഭി ആയേഗി. ഇവിടെ ബസ് സ്ത്രീലിംഗം ആയതുകൊണ്ട് ആയേഗ എന്നല്ല പറയാം, ആയേഗി എന്നാ പറയാ കേട്ടോ. ഇനി അതുപോലെ നമ്മൾ പറയുന്ന കാര്യമാണല്ലേ, യൂണിഫോം ധരിക്കൂ, അതുപോലെ ഷൂ ധരിക്കൂ, സോക്സ് ധരിക്കൂ എന്നൊക്കെ. ഇവിടെ ധരിക്കൂ എന്നാ പറയുന്നത്. ഇടൂ നമ്മൾ നോർമലി പറയാ എന്താ, ഷൂ ഇടൂ, സോക്സ് ഇടൂ, അല്ലെങ്കിൽ യൂണിഫോം ഇടൂ. അവിടെ ഇടൂ എന്നാണ് നമ്മൾ പറയണെങ്കിലും അവിടെ അർത്ഥം വരുന്നത് ധരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. അപ്പൊ അവിടെ ധരിക്കുക എന്നുള്ള വേർഡിനെ ഹിന്ദിയിൽ പറയുന്നത് പെഹന്ന എന്നാണ്. പെഹന്ന. ഇപ്പൊ ജൽദി യൂണിഫോം പെഹനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ധരിക്കൂ എന്ന് പറയുന്നതാ. അതല്ല ഇവിടെ ഇടൂ എന്ന് പറയുമ്പോ ഡാലോ എന്നാ പറയാ. ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക. അതിപ്പോ നമ്മൾ എന്തെങ്കിലും താഴെ ഇടുക എന്നൊക്കെ പറയത്തില്ലയോ, ആ ഇടുക എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ ജൽദി യൂണിഫോം ഡാലോ എന്ന് പറഞ്ഞാലും തെറ്റല്ല, പക്ഷെ കറക്റ്റ് അതിന്റെ ഫോം എന്ന് പറയുന്നത് പെഹനോ എന്നാണ്. പെഹന്ന എന്നുള്ള വേർഡിന്റെ ആട്ടോ യൂസ് ചെയ്യണ്ടേ. ജൽദി യൂണിഫോം പെഹനോ. അതുപോലെ ഷൂ, ജൂത്ത പെഹനോ എന്നാ പറയാ. ജൂത്ത പെഹനോ, അതല്ലേ സോക്സ് പെഹനോ എന്നാ പറയണ്ടേ കേട്ടോ. ഓക്കെ. ഇനി അതുപോലെ ശ്രദ്ധിച്ചു പോകണം, എങ്ങനെയാ പറയണ്ടേ, ശ്രദ്ധിച്ചു പോകണം. ധ്യാൻ സെ ജാനാ ഹെ, ധ്യാൻ സെ ജാനാ ഹെ. കൊച്ചുകുട്ടികളൊക്കെ നമ്മൾ പറയും അല്ലെ, ആരോടും തല്ലു പിടിക്കരുത്, ആരോടും തല്ലു പിടിക്കരുത് എന്ന് പറയാൻ കിസീസെ, ആരോടും എന്ന് പറയുന്ന, കിസീസെ ജഗട മത് കർണ, അല്ലെങ്കിൽ ജഗട മത് കറോ. ഇവിടെ ജഗട എന്നുള്ള വേർഡാണ് കേട്ടോ അവിടെ നമ്മൾ തല്ലു പിടിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. വഴക്കിടുക, തല്ലു പിടിക്കുക എന്നൊക്കെ പറയത്തില്ലയോ, അതിനെ പറയുന്നത് ജഗട, ജഗട കർണ. ഓക്കെ. അപ്പൊ കിസീസെ ജഗട മത് കറോ, ആരോടും തല്ലു പിടിക്കരുത്, വഴക്കിടരുത് എന്ന് പറയുന്ന. ഇനി അതുപോലെ നമ്മൾ പറയുന്ന ചെറിയൊരു സെന്റൻസ് അല്ലെ, നന്നായി പഠിക്കണം, നന്നായി പഠിക്കണം. എങ്ങനെ പറയാ, അച്ചേസെ പഠന ഹെ, അച്ചേസെ പഠന ഹെ, നന്നായി പഠിക്കണം. ദാ ബസ് വന്നു, എങ്ങനെ പറയാ, ദാ ബസ് വന്നു, ബസ് വന്നു, ബസ് ആ ഗയി, ബസ് ആ ഗയി. ബസ് വന്നു എന്ന് പറയുന്ന. ഇനി എന്താ, ടേക്ക് കെയർ എന്ന് പറയാം അല്ലെ. നമ്മൾ പോകുമ്പോ ടേക്ക് കെയർ എങ്ങനെയാ, അപ്പന ഖ്യാൽ രക്കന. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അപ്പന ഖ്യാൽ രക്കന, അതല്ലെങ്കിൽ ധ്യാൻ രക്കന എന്നും പറയാം. ധ്യാൻ രക്കന, ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാ ടേക്ക് കെയർ. ഓക്കെ. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയാ, യൂണിഫോം മാറാൻ പറയാം അല്ലെ, യൂണിഫോം ചേഞ്ച് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാ, വേഗം യൂണിഫോം ചേഞ്ച് ചെയ്യൂ എന്ന് പറയാനായിട്ട് ജൽദി യൂണിഫോം ചേഞ്ച് കർദോ, അല്ലെങ്കിൽ ചേഞ്ച് കരോ എന്ന് പറയാം. ജൽദി യൂണിഫോം ചേഞ്ച് കർദോ, യൂണിഫോം വേഗം ചേഞ്ച് ചെയ്യൂ എന്ന് പറയുന്ന. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് മക്കൾ പറയും അല്ലെ, മമ്മ വിശക്കണെന്ന് പറയും അല്ലെ. എങ്ങനെയാണ്, മുജെ ഭൂക്ക് ലഗി ഹെ എന്ന് പറയാ കേട്ടോ. മുജെ ഭൂക്ക് ലഗി ഹെ, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന. പിന്നെന്താ പറയാ, ഭക്ഷണം തന്നെ പറയാ അല്ലെ, ഖാന ദോ, ഖാന ദോ എന്ന് പറഞ്ഞ ഭക്ഷണം തരൂ. ഒരു പരസ്യത്തിലുണ്ട് ഭൂക്ക് ലഗി ഹെ ഖാന ദോ എന്ന് പറഞ്ഞിട്ടല്ലേ. അത് ഇതാണ്, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരൂ എന്ന് പറയുന്ന. അപ്പൊ അമ്മ എന്താ പറയാ, പോയി കൈ മുഖം കഴുകിയിട്ട് വരാൻ പറയാം അല്ലെ. ചിലപ്പോ ചില കുട്ടികൾ കുളിക്കുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ കൈയും മുഖവും കഴുകിയിട്ട് വരൂ എന്നെങ്ങനെയാ പറയാ, ജാക്കർ ഹാത്ത് മൂതൊക്കെ ആവും. ഇവിടെ മൂ എന്ന് പറയുമ്പോൾ മുഖം എന്ന് പറയാനും അതല്ലെങ്കിൽ വായ എന്ന് പറയാനും ഉണ്ട് കേട്ടോ. ഹാത്ത് മൂതൊക്കെ ആവോ എന്ന് പറഞ്ഞാൽ കൈയും മുഖവും കഴുകിയിട്ട് വരൂ എന്ന് പറയുന്ന. ഓക്കെ. അങ്ങനെ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലെ. അവിടെ നമ്മൾ ചോദിക്കും അല്ലെ, എങ്ങനെയുണ്ട്. ഇപ്പൊ സ്പെഷ്യലൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലയോ, എങ്ങനെയുണ്ട്, എങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെയുണ്ട്, ഖാന കൈസാ ഹെ, ഖാന കൈസാ ഹെ. അപ്പൊ മറുപടി ഏതാ, സൂപ്പർ ആയിരിക്കും അല്ലെ, അച്ചാ ഹേ എന്ന് പറയാ. അതല്ല സൂപ്പറാണ്, അച്ചാ ഹേ എന്ന് പറഞ്ഞാൽ നല്ലതാണ്, സ്വാദിഷ്ട ഹേ എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം സ്വാദിഷ്ടം അല്ലെ, രുചിയുള്ളതാണെന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലെങ്കിൽ ബഡിയാ ഹെ എന്ന് പറയും, സൂപ്പർ എന്ന് പറയത്തില്ലയോ, അതിനെ പറയുന്നത് ബഡിയാ ഹെ എന്നാണ്. കന കൈസാ ഹെ, ബഡിയാ ഹെ, മസ്ത് ഹെ, ബഹുത് അച്ഛാ ഹെ, ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്താണ് കുറച്ചു നേരം കളിക്കാനൊക്കെ പാർക്കിൽ പോകും അല്ലെ. ഇവിടെ അങ്ങനെയാട്ടോ, ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇല്ല, എന്നാലും വീക്കിലി ഒരു 3 days ഒക്കെ പാർക്കിലേക്ക് കളിക്കാൻ പോകും. അപ്പൊ അവര് ചോദിക്കും അല്ലെ, അമ്മ ഞാൻ കളിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മാ മേ ഖേൽനെ ജാ രഹാ ഹൂം, മേ ഖേൽനെ ജാ രഹാ ഹൂം, ഞാൻ കളിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്നാണെങ്കിൽ മേ ഖേൽനെ ജാഊ എന്ന് ചോദിക്കാം കേട്ടോ. മേ ഖേൽനെ ജാഊ, ക്യാ മേ ഖേൽനെ ജാഊ, ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന. ഓക്കെ, ഇനി ഇപ്പൊ അമ്മ പറയാണ് ശ്രദ്ധിച്ച് കളിക്കണം എന്ന് പറയത്തില്ലേ, നമ്മളെല്ലാരും പറയും അല്ലെ, പോയിക്കോ ശ്രദ്ധിച്ച് കളിക്കണം. ധ്യാൻ സെ ഖേൽനാ ഹെ, ധ്യാൻ സെ ഖേൽനാ ഹെ, ശ്രദ്ധിച്ച് കളിക്കണം. അതല്ല നമ്മൾ ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മക്കളോട് പറയുമല്ലോ, 1 മണിക്കൂർ നേരം പോയി കളിച്ചോളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ വരണം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഏക് ഘണ്ടെ ജാക്കർ ഖേലോ എന്നാ പറയാം. ഏക് ഘണ്ടെ ജാക്കർ ഖേലോ എന്താ പറഞ്ഞേ? 1 മണിക്കൂർ പോയി കളിക്കൂ. ഏക് ഘണ്ടെ, ഘണ്ട എന്ന് പറഞ്ഞ മണിക്കൂർ കേട്ടോ. ഏക് ഘണ്ടെ ജാക്കർ ഖേലോ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പോയി കളിച്ചോ എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഇനിയിപ്പോ മക്കള് പറയും അല്ലെ, എന്റെ കളിപ്പാട്ടം എവിടെ? പലതും ചോദിക്കാം, ബാറ്റ് ബോളൊക്കെ ചോദിക്കാം. ഇവിടെ കളിപ്പാട്ടം എന്നുള്ള വേർഡിനെ പറയുന്നത് കിലോന എന്നാണ്. ഓക്കെ, മെര കിലോന കഹാ ഹെ, എന്റെ കളിപ്പാട്ടം എവിടെ എന്ന് ചോദിക്കുന്ന. മെരെ കിലോനെ കഹാ ഹെ, എന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എവിടെയാ എന്ന് ചോദിക്കുന്ന. കിലോന എന്ന് പറഞ്ഞ കളിപ്പാട്ടം, കുറെ ഉണ്ടെങ്കിൽ കിലോനെ എന്ന് പറയുന്ന അത്ര മാത്രം കേട്ടോ. അവിടെ ഒരു ബഹുവചന രൂപം കൊടുത്തു എന്ന് മാത്രം, കിലോനയ്ക്ക് കേട്ടോ. അപ്പൊ കിലോന കളിപ്പാട്ടം. എന്നിട്ട് കളിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ പറയല്ലേ, തിരിച്ചു വന്നിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഹോംവർക്ക് ചെയ്യണം എന്ന് പറയാം അല്ലെ. അപ്പൊ തിരിച്ചു വന്നിട്ട് ഹോംവർക്ക് ചെയ്യണം. വാപ്പസ് ആക്കർ ഹോംവർക്ക് കർണ ഹെ. ഇവിടെ ഹോംവർക്ക് എന്നുള്ള വേർഡിന് ഗൃഹകാര്യം എന്നാട്ടോ പറയാം. അതൊക്കെ നമ്മൾ നോർമൽ ഹോംവർക്ക് തന്നെയല്ലേ പറയത്തുള്ളൂ, അതുകൊണ്ടാട്ടോ ഞാനത് എടുത്തു പറയാതിരുന്നത്. ഓക്കെ, അപ്പൊ വാപ്പസ് ആക്കർ തിരിച്ചു വന്നിട്ട് ഹോംവർക്ക് കർണ ഹെ, ഹോംവർക്ക് ചെയ്യണം. ഇനി അങ്ങനെ മക്കള് കളിച്ചിട്ടൊക്കെ വരുമ്പോ നമ്മൾ പറയും അല്ലെ, വേഗം പോയി കുളിക്ക് എന്ന് പറയും. അതല്ലെങ്കിൽ വേഗം പോയി കുളിച്ചിട്ട് പഠിക്ക്, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അവിടെ ജൽദി ജാക്കർ നഹാക്കെ ഹോംവർക്ക് കരോ, അല്ലെങ്കിൽ പഠായി കരോ. മനസ്സിലാവുന്നല്ലോ? ജൽദി ജാക്കർ നഹാക്കെ പഠായി കരോ, വേഗം പോയി കുളിച്ചിട്ട് പഠിക്ക് എന്ന് പറയുന്ന. ജൽദി ജാക്കർ നഹാക്കെ, മനസ്സിലാവുന്നുണ്ടോ? ജൽദി ജാക്കർ നഹാക്കെ, കുളിച്ചിട്ട് പോയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ജാക്കർ പോയിട്ട്. ഓക്കെ, നഹാക്കെ ഹോംവർക്ക് കരോ, അല്ലെങ്കിൽ പഠായി കരോ. പഠായി കരോ എന്ന് പറഞ്ഞാൽ പഠിക്കൂ എന്ന് പറയുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ശരി, ഇനി മക്കൾ പഠിക്കുന്ന നേരത്ത് പറയും അല്ലെ, എനിക്ക് കുറച്ച് വെള്ളം താ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നൊക്കെ പറയത്തില്ല. മുജത്തോടാ പാനി ദിജിയെ എന്ന് പറഞ്ഞെന്താ, എനിക്ക് കുറച്ച് വെള്ളം തരൂ. അവിടെ ദിജിയെ എന്ന് പറയുമ്പോൾ റെസ്പെക്ട് ആയി. ഇപ്പൊ അമ്മോടൊക്കെ ചോദിക്കുമ്പോ അങ്ങനെയാണ് കേട്ടോ ചോദിക്കേണ്ടത്. മാതോടാ പാനി ദിജിയെ, അമ്മേ കുറച്ച് വെള്ളം തരൂ എന്നാ പറയേണ്ടത്. അതല്ലെങ്കിൽ മുജത്തോടാ പാനി തേതോ, എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നാണെങ്കിലോ, മുജത്തോടാ പാനി ചാഹിയെ, വേണമെന്ന് പറയാൻ ചാഹിയെ, മുജത്തോടാ പാനി ചാഹിയെ. മാ മുജത്തോടാ പാനി ചാഹിയെ, അമ്മേ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറയുന്ന. ഓക്കെ, ഇനി വിശക്കുകയാണെങ്കിൽ മാ മുജെ ഭൂക്ക് ലഗ് രഹി ഹേ, എനിക്ക് വിശക്കുന്നു. മുജെ ഭൂക്ക് ലഗ് രഹി ഹേ. അതല്ലെങ്കിൽ മേ ഭൂക്കാഹും എന്നും പറയാം കേട്ടോ. എനിക്ക് ഐ എം ഹംഗ്രി എന്ന് പറയുന്നതാണ് മേ ഭൂക്കാഹും. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് ഒക്കെ മാറി കേൾക്കുമ്പോൾ ഡൗട്ട് വരേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനൊക്കെ ഒരേ അർത്ഥം വരുന്നേ ഉള്ളൂ. നമ്മൾ മലയാളം തന്നെ പല രീതിയിൽ ഒരു കാര്യം പറയത്തില്ലയോ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അമ്മ എന്താ പറയാ, കഴിക്കാൻ വന്നോളൂ എന്ന് പറയും അല്ലെ. ഖാന ഖാനെ ആവോ, ഖാന ഖാനെ ആവോ. അതല്ല ഇപ്പൊ കുട്ടി ചോദിച്ചില്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെ, ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയുന്നതാണ് ഖാന ഖാനെ ആവോ, ഖാന ഖാനെ ആവോ, ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയുന്ന. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഖാനെ കെലിയെ ആവോ, ഖാനെ കെലിയെ ആവോ. കറക്റ്റ് ഖാന ഖാനെ ആവോ എന്നാണ്, എന്നാലും രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാ. ഖാന കെലിയെ ആവോ, കഴിക്കാൻ വേണ്ടി വരൂ എന്ന് പറയുന്ന. അവിടെ കേലിയെ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, വേണ്ടി. മേരേലിയെ എനിക്ക് വേണ്ടി, തുമാരേലിയെ നിനക്ക് വേണ്ടി, ആപ്കേലിയെ താങ്കൾക്ക് വേണ്ടി, പാപ്പാക്കേലിയെ പപ്പയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നതാ. അതുകൊണ്ടാണ് ഖനേക്കേലിയെ കഴിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറയും അല്ലെ, എനിക്ക് ഉറക്കം വരുന്നു
എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാനായിട്ട് മുझे नींद आ रही है, मुझे नींद आ रही है, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എങ്ങനെയാ പറയാ? മേ സോനെ ജാറാവും. ഉറക്കം എന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് സോന എന്നാട്ടോ വെർബ്. അപ്പൊ മേ സോനെ ജാറാവും, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്ന. അപ്പൊ എന്താ അമ്മ പറയാ? ജാക്കർ സോജാവോ, ജാക്കർ സോജാവോ, പോയി ഉറങ്ങൂ എന്ന് പറയുന്ന ജാക്കർ സോജാവോ. ഓക്കെ, ഇനി അതല്ല മക്കള് ടി വി കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയല്ലേ, മതി പോയി കിടന്ന് ഉറങ്ങ്, അങ്ങനെ പറയല്ലേ. ടി വി കണ്ടത് മതി, ടി വി ദേഖ്ന ബന്ദ് കരോ, ടി വി ദേഖ്ന ബന്ദ് കരോ, ടി വി കാണുന്നത് നിർത്തു എന്ന് പറയുന്ന കേട്ടോ. ടി വി ദേഖ്ന ബന്ദ് കരോ ജാക്കർ സോജാവോ, ടി വി കാണുന്നത് നിർത്തി പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയുന്നതാ. ഓക്കെ, അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടി പറയും അല്ലെ. നാളെ സ്കൂളിൽ പോകേണ്ടതാണ് അല്ലെ. എങ്ങനെയാണ്? കൽ സ്കൂൾ ജാനാ ഹേ, കൽ സ്കൂൾ ജാനാ ഹേ, വേഗം പോയി കിടന്ന് ഉറങ്ങ്, നാളെ സ്കൂളിൽ പോകേണ്ടതാ അല്ലെ. ജൽദി ജാക്കർ സോജാവോ, ജൽദി ജാക്കർ സോജാവോ, കൽ സ്കൂൾ ജാനാ ഹേ. അല്ലെങ്കിൽ എന്താ? നാളെ പരീക്ഷയാണ്, കൽ പരീക്ഷ ഹേ, കൽ പരീക്ഷ ഹേ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മൾ മലയാളം പറയുമ്പോൾ അത് ഹിന്ദിയിലേക്ക് വളരെ സിമ്പിൾ ആണ്. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാലോ. നമ്മൾ ഈ 30 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞതല്ലേ. ഇനി ഇതെല്ലാം പ്രാക്ടീസ് ക്ലാസ്സുകളാണ്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ പുതിയ പുതിയ കാര്യങ്ങൾ കുറെ നമ്മൾ മനസ്സിലാക്കട്ടെ ഇതിൽ കൂടെ. അപ്പൊ കുട്ടി കുട്ടി സെന്റൻസുകളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സെന്റൻസുകൾ നിങ്ങളുടെ ഉള്ളിലോട്ട് കയറും കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ രാത്രി എന്താ പറയാ? ഗുഡ് നൈറ്റ് അല്ലെ. ഗുഡ് നൈറ്റിന് ഹിന്ദിയിൽ പറയുന്നത് ശുഭരാത്രി എന്നാണ്. ശുഭരാത്രി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.